കോതമംഗലം നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് ചെയർപേഴ്സൺ പ്രിൻസ് വർക്കി അവതരിപ്പിച്ചു. നഗരവികസനത്തിനും ആരോഗ്യ മേഖലയ്ക്കും മുൻഗണന നൽകുന്ന ബജറ്റിൽ ലൈഫ് പദ്ധതി, പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടം, ആധുനിക ആംബുലൻസ് സൗകര്യം തുടങ്ങി ഒട്ടേറെ വികസന പദ്ധതികൾക്കായി 84 കോടിയോളം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കോതമംഗലം നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വൈസ് ചെയർപേഴ്സൺ പ്രിൻസ് വർക്കി അവതരിപ്പിച്ചു. 83 കോടിയോളം രൂപ വരവും 84 കോടിയോളം രൂപ ചിലവും 5 കോടിയോളം രൂപ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റാണ് കൗൺസിൽ പാസാക്കിയത്. ABC സെന്റർ ആരംഭിക്കുന്നതിനും തെരുവുനായ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണത്തിനായി ഷെൽട്ടർ സംവിധാനം ഒരുക്കുന്നതിനും 25 ലക്ഷം രൂപ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കാർഷിക ഉൽപാദന മേഖലകളിൽ 1.27 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ ഡയാലിസിസ് നടത്തുന്ന വൃക്ക രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും ചികിത്സാ ധനസഹായം നൽകുന്നതും ഉൾപ്പെടെയുള്ള താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്കായി 1.5 കോടി രൂപ, ICU സൗകര്യമുള്ള അത്യാധുനിക ആംബുലൻസ് വാങ്ങുന്നതിന് 25 ലക്ഷം രൂപ എന്നിങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അയ്യപ്പൻമുടിയുടെ സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി കോതമംഗലത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിന് 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. കാർഷികം, പാർപ്പിടം, കുടിവെള്ളം, കായികം, ആരോഗ്യ മേഖലകൾക്കും ശുചിത്വ മാലിന്യ സംസ്കരണത്തിനും തുല്യ പ്രാധാന്യം നൽകി പ്രാദേശിക സാമ്പത്തിക വികസനത്തിനാണ് 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ ഊന്നൽ നൽകുന്നതെന്ന് വൈസ് ചെയർപേഴ്സൺ പ്രിൻസ് വർക്കി ബഡ്ജറ്റ് അവതരണത്തിൽ വ്യക്തമാക്കി. 7,16,71,100 രൂപ മുന്നൊരുപ്പും 83,54,07,800 രൂപ വരവും നടപ്പ് സാമ്പത്തിക വർഷം 84,76,63,900 രൂപ ചെലവും കണക്കാക്കി 54,55,500 രൂപ നീക്കിയിരിപ്പുള്ള ബഡ്ജറ്റാണ് ഇന്ന് കൗൺസിൽ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. നഗരത്തിന്റെ പൊതുവികസനത്തിന്റെ കാഴ്ചപ്പാട് നമ്മൾ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭവന നിർമ്മാണത്തിന് വേണ്ടി, അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയും മറ്റ് അവർ താമസിക്കുന്ന സ്ഥലത്തെ ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്തുന്നതിനൊക്കെ വേണ്ടിയുള്ള ഫണ്ടുകൾ കാര്യക്ഷമമായിട്ട് തന്നെ നമ്മൾ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഭവന നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 1 കോടി രൂപ കോതമംഗലം നഗരസഭ ബഡ്ജറ്റിൽ നിന്ന് കണ്ടെത്തുവാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ബാക്കി തുക സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും സഹായത്തോടു കൂടി പാർപ്പിടമില്ലാത്ത മുഴുവൻ ആളുകൾക്കും നഗരസഭാ പരിധിയിലുള്ള ആളുകൾക്ക് പാർപ്പിടം ഈ വർഷം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് കൗൺസിലിന്റെ ഒരു തീരുമാനവും ആഗ്രഹവും. ടൗൺ ഹാളിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് 2 കോടി രൂപ നമ്മൾ ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പോരാത്ത പണം മറ്റ് ധനകാര്യ ഏജൻസികളിൽ നിന്നും ബഹുമാനപ്പെട്ട ഗവൺമെന്റിൽ നിന്നെല്ലാം ലഭ്യമാക്കുന്ന മുറയ്ക്ക് ടൗൺ ഹാളിന്റെ പണികൾ ആരംഭിക്കാനാണ് കൗൺസിൽ ലക്ഷ്യമിട്ടിട്ടുള്ളത്. നമ്മുടെ ക്രിമറ്റോറിയമായിട്ട് ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക വർഷം തന്നെ അതിന്റെ പണികൾ പൂർത്തിയാക്കി അതിന്റെ മറ്റുള്ള ലാൻഡ്സ്കേപ്പിംഗ് വർക്കിന് അടക്കമുള്ള പണം ഈ ബഡ്ജറ്റിൽ വകകൊള്ളിച്ചിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്കും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെയും എല്ലാം മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടി തികച്ചും സൗജന്യമായിട്ടും അതോടൊപ്പം തന്നെ ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഉള്ള ഒരു പരിപാടിക്കാണ് നഗരസഭാ കൗൺസിൽ ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി 25 ലക്ഷം രൂപ ഈ ബഡ്ജറ്റിൽ വകകൊള്ളിച്ചിട്ടുണ്ട്. പുതിയ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അവിടെ പണിയാൻ വേണ്ടി ബഡ്ജറ്റിൽ 6 കോടി രൂപ അതിനുവേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. നഗരസഭയുടെ വിഹിതമായിട്ട് 1 കോടി രൂപയും അതോടൊപ്പം തന്നെ ബാക്കി വരുന്ന തുക മറ്റ് ധനകാര്യ ഏജൻസികളിൽ നിന്ന് വായ്പ എടുത്ത് ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർക്കാർ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള തുക നമ്മൾ ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്ന ആളുകളാണ്. അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടി അവർക്ക് പരമാവധി സഹായം നഗരസഭ ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഈ ബഡ്ജറ്റിൽ 1,27 ലക്ഷം രൂപ നമ്മൾ ആ ചെലവിലേക്ക് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. താലൂക്ക് ആശുപത്രി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 1.5 കോടി രൂപ ഈ കൗൺസിൽ ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ചികിത്സാ ധനസഹായം ആവശ്യമായി വരുന്ന പരമാവധി ധനസഹായം നഗരസഭാ അതിർത്തിക്കുള്ള ആളുകൾക്ക് കൊടുക്കുവാൻ വേണ്ടി ഈ നഗരസഭാ കൗൺസിൽ ഈ ബഡ്ജറ്റിൽ അതിന് തുക വകയിരുത്തിയിട്ടുണ്ട്. കൗൺസിൽ യോഗം നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു അധ്യക്ഷത വഹിച്ചു. നഗരസഭയുടെ പുതിയ കാഴ്ചപ്പാടുകളും പുതിയ വികസനവും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ടും ഒക്കെ തയ്യാറാക്കിയ ഒരു ബഡ്ജറ്റാണെന്ന് അവതരിപ്പിച്ചത്. ഈ ബഡ്ജറ്റിൽ കോതമംഗലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും പദ്ധതിക്ക് പണം കണ്ടെടുക്കുവാനും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.